സ്കൂളില്ലാത്ത ഒരു ദിവസം കേട്ടോ, ശനി ഞായറും നമുക്ക് വേറെ കുറേ പരിപാടികളുണ്ട് കേട്ടോ. സ്കൂളില്ലാന്ന് കരുതിയാലും നമുക്ക് കല്യാണങ്ങളും ഹൗസ് വാമിങ്ങും ഒക്കെ ഉണ്ട്. രാവിലെ എണീറ്റാലുണ്ടാകുന്ന ഒരു പണിയാണ്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ടാ ഈ മാങ്ങ ഇങ്ങനെ നല്ല ചൂടുകൊണ്ട് തന്നെ മാങ്ങ ഇങ്ങനെ കൊഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 2 മാങ്ങമാരേ ഉള്ളൂ. അതുപോലെ ഇങ്ങനെ എപ്പോഴും രാവിലെ വന്നാലും വൈകിട്ട് വന്നാലും ഇങ്ങനെ ഒരുപാട് കൊഴിഞ്ഞു കിടക്കുന്നുണ്ടാവും. നമ്മൾ ഉപ്പിലിട്ടിട്ടും അച്ചാറിട്ടിട്ടൊക്കെ എങ്ങനെയുണ്ട് കഴിച്ചു കൂട്ടും, മീൻ കറിയിലൊക്കെ ഇട്ടിട്ടോ. വെയിൽ നല്ല സ്ട്രോങ് ആയിട്ടുണ്ട്, കാണുന്നുണ്ടാവും. ബൊഗൺവില്ലൊക്കെ വിരിഞ്ഞിട്ട് വെയിലിൻ്റെ ചൂടുകൊണ്ട് കരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് രാവിലെ ഒന്നും എനിക്ക് നനക്കാൻ പറ്റുന്നില്ല. രാവിലെ ഒരു 6-6:30 മണിയാകുമ്പോഴത്തേക്ക് പോകുന്നു, വൈകിട്ട് ഒരു 6-6:30 മണിയാകുമ്പോഴത്തേക്ക് തിരിച്ചെത്തുന്ന കാരണം തന്നെ ചെടി നനക്കാനൊന്നും എനിക്ക് സമയം കിട്ടുന്നില്ല. അതിൻ്റേതായ കുറേ പ്രശ്നങ്ങൾ ചെടിയിൽ കാണാം. എല്ലാം കരിഞ്ഞു ഉണങ്ങിയിട്ടുണ്ട്. വല്ലപ്പോഴും രാത്രിയിൽ എപ്പോഴെങ്കിലുമൊക്കെയാണ് നനക്കൽ. പിന്നെ നമ്മളിതാ പുറകു വശത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളെ മീറ്റർ പയർ ഒരുപാട് സന്തോഷമായിട്ടത് കണ്ടപ്പോൾ. അത്യാവശ്യം നല്ല അല്ലെങ്കിൽ സ്കൂളിൽ ഒരാൾ പച്ചക്കറി വിത്ത് കൊണ്ടുവന്നപ്പോൾ അവരുടെ അടുത്ത് നിന്ന് വാങ്ങിച്ചായിരുന്നു ചതുരപ്പയറും മീറ്റർ പയറും. അപ്പോൾ ഇത് ഉണ്ടാക്കാനൊന്നും എനിക്ക് സ്ഥലമില്ല, ഉള്ള സ്ഥലത്ത് നമ്മൾ നട്ട് പിടിപ്പിച്ചാണ്. അപ്പോൾ 2 അത്യാവശ്യം നല്ല വലുതായിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ റഹ്മാനെ കൊണ്ടത് പൊട്ടിച്ചു. റഹ്മാനെ കാണാണ്ട് റഹ്മാൻ്റെ വീഡിയോ എടുത്താണ്. ഫേസ് കാണിച്ചാൽ പിന്നെ എനിക്ക് ചിലപ്പം തല്ലുറപ്പായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇതാ കണ്ടില്ലേ, നല്ല ലെങ്ത്ത് ഉണ്ടായിരുന്നു. ഭയങ്കരമല്ല, ഒരുപാട് സന്തോഷമായി. അതിൻ്റെ ഇടയിൽ ഞാൻ സ്ഥിരമായിട്ട് കാണിക്കുന്നതിൻ്റെ മുളക് മരങ്ങൾ പല വെറൈറ്റിയിലുള്ള ഒരുപാട് തരമുണ്ട്. ബജിമുളകൊക്കെ എത്രയോ തവണ നമ്മൾ ഉപയോഗിച്ചു മടുത്തു. ഇപ്പോൾ വലിപ്പം വെക്കലൊക്കെ കുറഞ്ഞിട്ടുണ്ട്. ബജിമുളക് വേറൊരു ഷേപ്പായിട്ടുണ്ട്. പൊട്ടിച്ച് കണ്ടില്ലേ, ഒരു 6-7 തൈകൾ തന്നെ ഉണ്ട്. ഇതിൻ്റെ വിത്താക്കാൻ ഞാൻ നിൽക്കാറില്ല. ഞാനിവിടെ കറിയിലാണെങ്കിലും തോരൻ വയ്ക്കാനും വെറുതെ കുട്ടികൾക്ക് അതിങ്ങനെ ഫ്രൈ ചെയ്ത് കൊടുത്താലൊക്കെ നല്ല ടേസ്റ്റാണ്. അപ്പം നമ്മളിതാ കുറേ ചീരത്തൈകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മളെ ഫാഷൻ ഫ്രൂട്ട് ഇതാ പടർന്ന് പന്തലിച്ച് വാർപ്പിൻ്റെ മുകളിലേക്ക് പോയിട്ടുണ്ട്. പൂവൊക്കെ ഇട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. 2 തരം ഫാഷൻ ഫ്രൂട്ട് ഉണ്ട്, ഒരു റെഡ് കളറും പിന്നെ നോർമലും. ചീരത്തൈകളൊക്കെ കണ്ടില്ലേ, നമ്മുടെ മീറ്റർ പയർ. എൻ്റെ ഒരു സന്തോഷം എന്താ ഇപ്പോൾ പറയുക. അത്ര വലുതായിട്ട് മൂത്തിട്ടൊന്നുമില്ല, പക്ഷെ ഞാനങ്ങ് പൊട്ടിച്ചു. ഇനി പൊട്ടിക്കാൻ പറ്റില്ലല്ലോ, നാളെ ഇന്നൊക്കെ ഒരുപാട് ഫംഗ്ഷനും കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇന്ന് ഇതേതായാലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു കല്യാണത്തിന് പോയ വിശേഷൻ്റെ വീഡിയോ വരുന്നുണ്ട് കേട്ടോ, അതും കൂടെ കാണണേ.